കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ലാത്തതിനാൽ കഠിനാധ്വാനത്തിലൂടെ വിളയിച്ചെടുത്ത പച്ചക്കറി കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്തിലെ സ്ത്രീകളുടെ കൂട്ടായ്മ. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായ സ്ത്രീകൾ വിളയിച്ചെടുത്ത പച്ചക്കറികൾ ജലദൗർലഭ്യം കാരണം ഉപയോഗശൂന്യമാവുകയാണ്. തിരുവനന്തപുരം പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ 18ഓളം വാർഡുകളിലായി 350 ഏക്കറോളം സ്ഥലത്താണ് വിവിധതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി. 3200ഓളം സ്ത്രീകളടങ്ങുന്ന കൂട്ടായ്മയാണ് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലായി കൃഷി നടത്തിവരുന്നത്. വെണ്ടയ്ക്ക, പയർ, പടവലം, പാവൽ, ചീര തുടങ്ങിയ പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്യുന്നു. 25 തൊഴിലാളികൾ അടങ്ങിയ കൂട്ടായ്മ രൂപീകരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാർഡ് തല സംഘകൃഷി. ജലദൗർബല്യം കാരണം ഒക്ടോബറിൽ വിളവെടുക്കേണ്ട കൃഷി ഇപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ വിളകളെല്ലാം വാടി തുടങ്ങി. 1 കിലോമീറ്ററോളം ദൂരം വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ടാങ്കിൽ ശേഖരിച്ച് കൃഷി ചെയ്യേണ്ട ദുരവസ്ഥയിലാണ് ഇവർ. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഏകദേശം 400 ഏക്കറോളം സ്ഥലത്ത്, പോത്തൻകോട് പഞ്ചായത്തിന് അങ്ങോളം ഇങ്ങോളം 400 ഏക്കറോളം സ്ഥലത്ത് സംഘകൃഷി നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജലം ഒരു വലിയൊരു പ്രയാസമാണ്. ഞങ്ങൾ ഈ മഴക്കാലത്താണ് കൃഷി ആരംഭിച്ചത്. ആ സമയത്ത് ജലദൗർലഭ്യം ഒരു വിഷയമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കിട്ടാത്ത വലിയൊരു ബുദ്ധിമുട്ടാണ്. വളരെ ദൂരെ തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നുമാണ് നമ്മുടെ സഹോദരിമാർ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ കൃഷി ചെയ്യുന്നത്. പോത്തൻകോട് പഞ്ചായത്തിൽ 27 കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ നിന്ന് വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ച് വാഹനത്തിൽ കൃഷിസ്ഥലങ്ങളിലെത്തിക്കാൻ പദ്ധതി തയ്യാറാക്കി നൽകിയെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചില്ല. കഠിനാധ്വാനത്തിലൂടെ വിളയിച്ചെടുത്ത വിളകൾ പാഴാകുന്നതിന്റെ വേദനയും ഇവർ പങ്കുവയ്ക്കുന്നു. ഇവിടെ വെള്ളമില്ല. ഞങ്ങൾ അങ്ങ് തോട്ടിൽ പോയി ചുമന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. 2 ഗ്രൂപ്പുകാർ ചേർന്ന് ഞങ്ങൾ പോയി അവിടെ പോയി വെള്ളം കോരി മാറി ചുമന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് തോടങ്ങ് ഒരുപാട് ദൂരം അങ്ങ് താഴെ ഇറങ്ങി പോകണം. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ കൃഷി വാഴി പോകാനേ പറ്റൂ. അതുകൊണ്ട് പാവലൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ടില്ലേ. വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് ഈ പാവലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. വൻവില നൽകി പച്ചക്കറികൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളീയർക്ക് തദ്ദേശീയമായി കൃഷി ചെയ്ത പച്ചക്കറികൾ ഉപയോഗശൂന്യമാവുകയാണ്. ശക്തമായ മഴയായതിനാലും നെല്ല് ലഭിക്കാത്തതിനാലും മെയ് ജൂൺ മാസങ്ങളിൽ തൊഴിലാളികൾക്ക് കരനെൽ കൃഷിയും സാധിച്ചിരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഭൂവികസനത്തിന് പുറമെ കാർഷികോൽപാദനം ലക്ഷ്യമിട്ട് തുടങ്ങിയ വേറിട്ട സംരംഭത്തിലാണ് ഈ ഗതികേട്. VR കാർത്തിക്, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.